നമ്മള് ശരിക്കും എന്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാല് ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ ഒപ്പിച്ചേ പറ്റൂ സാർ. ഷഡ്ഡി ഒരു 3 ആഴ്ചക്കുള്ളിൽ അവന്റെ ഷഡ്ഡി അലക്കിയില്ലെങ്കിൽ മുത്തിക്ക് അടി. ഇനി 12 ഷഡ്ഡിയും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ കൊല്ലം അലക്കേണ്ട. ഷഡ്ഡി അലക്കലും ഓന്റെ ഷൂ തുടക്കൽ പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. നമ്മള് കോമാളിത്തരം കാണിക്കുന്നുണ്ടല്ലോ. അതായത് അതായത് ഷഡ്ഡിയിട്ട് തുള്ളുന്നുണ്ട്. വെളിവുണ്ടേ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. ഞങ്ങളെ നിരപരാധികളായിട്ട് കാണാം. ആമ്പോന്റെ അടി എന്ന് വെച്ചാൽ അങ്ങനത്തെ അടിയാണ്. നീ നിങ്ങളുടെ ലൈവിൽ കാണുന്നുണ്ടല്ലോ. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. നീ അതിന്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട്. ഓള് പറയുന്നവരെ നമ്മൾ കേൾക്കണം. നീ ഒന്നും മിണ്ടാതെ നിന്നാ മതി. നമുക്ക് ഈ കണ്ണുവെട്ടിനെ പറ്റിച്ച് ഇവിടെ സന്തോഷമായിട്ട് കൈകാടി. ഓള് ഒരു ദിവസം എന്നോടും ജാസിനോടും പറയാം, ഒന്ന് നീ അതിന്റെ ഷഡ്ഡി പോയി അരക്കുക. എന്തോന്നടാ ഇതൊക്കെ നാണക്കേട്. ഇപ്പോഴും നാട്ടിൽ പോയാല് ഞാൻ നിലത്ത് പായ വെച്ച് കിടക്കല്. നമുക്കത് പബ്ലിക് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് വേറെ വിഷയമായിട്ട് ഇവിടെ പറയരുത്. കേരളത്തിലെ മൊത്തം പൊട്ടന്മാരെയും പറ്റിച്ചു. ഞാൻ മാത്രമല്ല അവരെല്ലാവരും. എന്തിനാ പൈസ ഇത്രയും പൈസ ഒരാൾക്ക്? ഓന്റെ കയ്യില് ആവശ്യത്തിന് കൂടുതൽ പൈസ ഓന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്തൊക്കെ അത്യാവശ്യത്തിന് ചോദിക്കുമ്പോൾ നമ്മളെ പുറംകാലം കൊണ്ട് ചവിട്ടാൻ പറ്റുന്നത്. ഓരോ നിമിഷം കഴിയുന്നോറും എന്റെ സമനില തെറ്റി ഞാനൊരു പ്രാർത്ഥനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ ലക്ഷക്കണക്കിന് ആൾക്കാരെ പറ്റിക്കുന്നുണ്ടല്ലോ ഡെയിലി. പിന്നെ ഈ പറഞ്ഞ നമ്മളെ 4 ആൾക്കാരാ ഓന് പറഞ്ഞ വാക്കിൽ അവന്മാര് തിരുമണ്ടന്മാരായതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ കൂടുതൽ കാലം പിടിച്ചേക്കാൻ പറ്റില്ല.